അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. അലി റളിയല്ലാഹു അൻഹുവാണ് ഇസ്ലാമിലെ 4ാം ഖലീഫ. പണ്ഡിതന്മാരും തലമുറകളും അഭിപ്രായ ഭിന്നതയില്ലാതെ അംഗീകരിച്ചതാണ് ഇക്കാര്യം. നാളിതുവരെ വെള്ളിയാഴ്ച തോറും പള്ളി മിമ്പറുകൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിനും ഈ വസ്തുതയിൽ ഒരു മറുസ്വരമില്ല. അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മഹുല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒത്തുതീർപ്പ് ശ്രമത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു തന്നേക്കാൾ ഭരണത്തിനർഹൻ അലി റളിയല്ലാഹു അൻഹു ആണെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും സിഫീൻ സംഭവിച്ചത് സവിശേഷമായ ചില സാഹചര്യങ്ങളുടെ ഫലമായിട്ടാണ്. സ്വഹാബികൾ ഗവേഷണയോഗ്യരാണെന്നും ഗവേഷകരുടെ നിഗമനങ്ങളിൽ തെറ്റ് സംഭവിച്ചാൽ അവർക്കതിൽ കുറ്റമില്ലെന്നും മറിച്ച് ആ ഉദ്യമത്തിന് പ്രതിഫലം ലഭിക്കുമെന്നുമാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാട്. ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരാൾ ഗവേഷണം നടത്തുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത്. മദീനയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് അന്ന് ഷാമിലെത്തുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നത്. തൻ്റെ പിതൃവ്യൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതിനെ തുടർന്ന് മദീനക്കാർ അവരോധിച്ച പുതിയ ഖലീഫ മുൻ ഖലീഫയുടെ ഘാതകരെ പിടികൂടുന്നതിൽ ഉദാസീനത പുലർത്തുന്നതായി ഷാമുകാർ ധരിച്ചുപോയ ഒരു സന്ദർഭമായിരുന്നു അത്. പുതിയ ഖലീഫയെ അവരോധിക്കാൻ തിടുക്കം കാട്ടിയത് ഖലീഫ ഉസ്മാൻ വിരുദ്ധ പ്രക്ഷോഭകാരികളാണ് എന്നതും അവരുടെ ധാരണക്ക് ബലമേകി. വിശിഷ്യ ഖലീഫയെ ആക്രമിക്കാൻ അദ്ദേഹത്തിൻ്റെ വീടിനകത്തേക്ക് ഇരച്ചു കയറിയ മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്ത് ചേർന്നതും അവരെ ചിന്തിപ്പിച്ചു. നമുക്കറിയാം, ആസൂത്രിതമായി നുഴഞ്ഞു കയറി ചിലർ മുസ്ലിം സമുദായത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് പലരും പെട്ടുപോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെയും നമുക്ക് കാണാം. അങ്ങനെ പ്രക്ഷോഭത്തിൽ പങ്കാളിയായ അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പ്രവേശിച്ച് അദ്ദേഹത്തിൻ്റെ താടിയിൽ കയറി പിടിക്കുക വരെയുണ്ടായി. എന്നാൽ മോൻ്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്കിത് സംഭവിക്കുമായിരുന്നില്ല എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വികാരാധീനനായപ്പോൾ മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ ഉണരുകയും അക്രമത്തിൽ നിന്ന് പിന്മാറുകയുമായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് മഹാന്മാരായ സ്വഹാബികൾക്കിടയിലുണ്ടായ തെറ്റിദ്ധാരണയുടെ കാരണങ്ങളാണ്. മദീനയിലെ പ്രമുഖ സ്വഹാബിമാരിൽ പലരും ആദ്യഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ അനുസരണ പ്രതിജ്ഞ ചെയ്യാതിരുന്നതും ബൈഅത്ത് ചെയ്തവരിൽ തന്നെ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്, സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹുമ എന്നിവർ അതിന് തയ്യാറായത് നിർബന്ധിതരായിട്ടാണെന്നും അതിലുള്ള തൃപ്തി കാരണമാണ് അവർ പിന്നീട് മക്കയിലേക്ക് കുടിയേറി പാർത്തതെന്നും കിംവദന്തികൾ പ്രചരിക്കപ്പെട്ടിരുന്നു. ഇതൊക്കെ ധാരണകൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലയാളികളെ കണ്ടെത്തലാവണം പുതിയ ഖലീഫയുടെ പ്രഥമ ദൗത്യം എന്നതായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശം. ഈ ആവശ്യം ഉന്നയിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മപത്നി ആയിഷ റളിയല്ലാഹു അൻഹ മുന്നോട്ട് വന്നതും അലി റളിയല്ലാഹു അൻഹുവുമായി ജമൽ യുദ്ധം നടന്നതും അവിടെ വാളാണ് വിധി പറഞ്ഞതെന്നതും മുആവിയ റളിയല്ലാഹു അൻഹുവിന് മുമ്പിലുള്ള മാതൃകയായിരുന്നു. ആ യുദ്ധത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മക്ക സൈന്യത്തിന് നേതൃത്വം നൽകിയതാവട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ച 10 പേരിൽപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവും സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹുവുമാണ്. അതിൽ ഇരുവരും ഷഹീദാവുകയുമുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മാറി പകരം അലി റളിയല്ലാഹു അൻഹു ഖലീഫയാകണം എന്നതായിരുന്നു പ്രക്ഷോഭകാരികളുടെ ആവശ്യം. ഇത് വിപ്ലവത്തിന് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ രഹസ്യ പിന്തുണയുണ്ടെന്ന അഭ്യൂഹം പരക്കാൻ കാരണമായി. അലി റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്ത രീതിയിലും മുആവിയ റളിയല്ലാഹു അൻഹുവിന് പക്ഷാന്തരമുണ്ടായിരുന്നു.
ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുക്കപ്പെട്ടത് മുഹാജിറുകളുടെയും അൻസാരികളുടെയും യോജിച്ച തീരുമാനത്താലാണ്. രണ്ടാം ഖലീഫ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുക്കപ്പെട്ടതാവട്ടെ മരണശയ്യയിൽ വെച്ച് ഒന്നാം ഖലീഫ നടത്തിയ നിർദ്ദേശമനുസരിച്ചുമാണ്. മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തത് മരണശയ്യയിലായിരിക്കെ രണ്ടാം ഖലീഫ നിയോഗിച്ച 6 അംഗ സമിതിയാണ്. എന്നാൽ ഈ പറയപ്പെട്ട കീഴ്വഴക്കമൊന്നും നാലാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിലുണ്ടായില്ല. നോക്കൂ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മാറ്റി അലി റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കണമെന്നാവശ്യപ്പെട്ട് ചിലർ പ്രക്ഷോഭം ആരംഭിക്കുന്നു. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിൽ ചെന്ന് കലാശിക്കുന്നു. തുടർന്ന് പ്രക്ഷോഭകാരികളുടെ നിയന്ത്രണത്തിൽ അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി അവരോധിക്കപ്പെടുന്നു. പുറമെ പ്രക്ഷോഭത്തിനു പിന്നിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കരങ്ങളുണ്ടെന്ന് പ്രചരിക്കപ്പെടുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പല കോണുകളിൽ നിന്നും ഉയർന്ന ഉസ്മാൻ ഘാതകരെ കണ്ടെത്തലായിരിക്കണം ഭരണാധികാരിയുടെ പ്രഥമ പരിഗണന എന്ന ആവശ്യത്തെ അലി റളിയല്ലാഹു അൻഹു നിരാകരിക്കുന്നത്. ഇതൊക്കെ സ്വാഭാവികമായും മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും സ്വാധീനിക്കുകയുണ്ടായി. മദീനക്കാർ ഖലീഫയെ അവരോധിക്കുകയും മറ്റു സംസ്ഥാനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്ന രീതിയോടും മുആവിയ റളിയല്ലാഹു അൻഹുവിന് വിയോജിപ്പുണ്ടായിരുന്നു. കാരണം രണ്ടാം ഖലീഫയുടെയും മൂന്നാം ഖലീഫയുടെയും കാലത്ത് ഇസ്ലാമിക രാഷ്ട്രം ഏറെ വിസ്തൃതമായിട്ടുണ്ട്. അതിനാൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങളെയും അവരെ പ്രതിനിധാനം ചെയ്യുന്ന അമീർമാരെയും കൂടി പരിഗണിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു വീക്ഷണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ബന്ധുവായ തന്നെ ഏൽപ്പിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വേറൊരു നിബന്ധന. ആരെങ്കിലും അക്രമപരമായി കൊല്ലപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ രക്ഷാധികാരിക്ക് നാം അധികാരം നൽകിയിരിക്കുന്നു എന്നർത്ഥം വരുന്ന ഖുർആൻ ആയത്ത് അതിനു തെളിവായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത, കഴിഞ്ഞ 19 വർഷമായി ഷാമിൻ്റെ ഭരണം നടത്തുന്നത് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. രാഷ്ട്രത്തിൻ്റെ വിസ്തൃതി വികാസത്തിൽ കാര്യമായ സംഭാവനകൾ അദ്ദേഹം അർപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും തൻ്റെ ബാല്യകാലം മുതലേ ദീനിന് മഹത്തായ സേവനങ്ങൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ അമീർ പദവി വഹിച്ച ഭരണപാരമ്പര്യം അദ്ദേഹത്തിനില്ല. അങ്ങനെയിരിക്കെ തൻ്റെ ഖിലാഫത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ഭരണരംഗത്തെ ദീർഘകാല പരിചയമുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിനെ നീക്കം ചെയ്യാൻ തീരുമാനിച്ചത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നയതന്ത്ര പിശകായി തോന്നിയിരിക്കാം. അത് ചില പ്രമുഖ സ്വഹാബികൾ അദ്ദേഹത്തോട് ഉണർത്തുകയുമുണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നിലപാടിനും ഖുർആൻ തന്നെയാണ് ന്യായം. നിങ്ങളുടെ അധികാരി ഏത് നീഗ്രോ അടിമയാണെങ്കിലും അനുസരിക്കുക എന്ന്. മുആവിയ റളിയല്ലാഹു അൻഹുവിന് തെളിവുകളും നിരീക്ഷണങ്ങളും വേറെയുമുണ്ട്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ താനാണ് ഏറ്റവും അർഹൻ എന്ന ബോധ്യമുള്ളിടത്ത് അധികാരം ആഗ്രഹിക്കാമെന്നും ആവശ്യമെങ്കിൽ അത് ചോദിച്ചു വാങ്ങാമെന്നും ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈജിപ്ത് ചക്രവർത്തിയോട് സാമ്രാജ്യത്തിൻ്റെ ഭക്ഷ്യവിതരണ വകുപ്പ് ചോദിച്ചു വാങ്ങിയ യൂസുഫ് നബി അലൈഹിസ്സലാം ഉദാഹരണം. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ സാമർത്ഥ്യം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് നിരന്തരം ആക്ഷേപങ്ങൾ ഉയർന്നിട്ടും കർക്കശക്കാരനായ ഉമർ റളിയല്ലാഹു അൻഹു പോലും അദ്ദേഹത്തെ നീക്കാൻ തയ്യാറാവാതിരുന്നത്. ഖുറൈശി നേതാവിൻ്റെ പുത്രനായ ആ ഖുറൈശി ചുണക്കുട്ടിയെ നിങ്ങൾ അവൻ്റെ വഴിക്ക് വിട്ടേക്കുക എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യവും കുലമഹിമയും അറിഞ്ഞുകൊണ്ടുള്ള സമീപനമായിരുന്നു. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനും തങ്ങളുടെ ഭരണകാലത്ത് ഷാമുകാരെക്കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടേണ്ടി വരാതിരുന്നത്. തനിക്ക് ഈജിപ്ത് സംസ്ഥാനത്തിൻ്റെ കൂടി അധികാരം നൽകിയാൽ അലി റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കാമെന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസ്താവന
അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യശുദ്ധിയെ സംശയിപ്പിച്ചേക്കാം. എന്നാൽ വസ്തുത എന്താണ്? ഹസ്രത്ത് ഉസ്മാൻ വിരുദ്ധ ലഹളയുടെ പ്രഭാവസ്ഥാനം ഈജിപ്തായിരുന്നു. ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച അമീറുമാരെക്കുറിച്ച് കൂടുതൽ പരാതികൾ വന്നത് ഈജിപ്തിൽ നിന്നാണ്. പകരം നിയമിതനായ മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ ആവട്ടെ വിപ്ലവകാരികളുമായി സഹകരിച്ച ആളുമാണ്. പിന്നീട് പിന്മാറിയെങ്കിലും കലാപകലുഷിതമായ ഈജിപ്ത് ശാന്തമാക്കാൻ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കരുത്തറ്റ ഭരണപാടവം ഉപകരിക്കും. ചുരുക്കത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിലപാട് കൈക്കൊണ്ടിട്ടുള്ളത്. യുദ്ധം മാത്രമായിരുന്നു കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കാനുള്ള ഏക പോംവഴി. അലി റളിയല്ലാഹു അൻഹു യുദ്ധം ജയിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് സ്ഥിരപ്പെട്ടു. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹുവിന് അലി റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കേണ്ടി വന്നു. അലി റളിയല്ലാഹു അൻഹു യുദ്ധം ജയിക്കുമെന്നായപ്പോൾ അംർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശപ്രകാരം മുആവിയ റളിയല്ലാഹു അൻഹു ഒത്തുതീർപ്പിന് തയ്യാറാവുകയും ചെയ്തു. നന്മയ്ക്ക് വേണ്ടി രണ്ട് കൂട്ടർ പരസ്പരം പോരാടുന്നുണ്ടെങ്കിൽ അതിൽ ഒരു വിഭാഗം മാത്രമായിരിക്കും ശരി എന്നത് സ്വാഭാവികമാണ്. എന്നുവെച്ച് മറുപക്ഷം ശപിക്കപ്പെടേണ്ടവരോ നിന്ദിക്കപ്പെടേണ്ടവരോ ആകുന്നില്ല. ദീനിനു വേണ്ടി അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും സഹിച്ച ത്യാഗങ്ങളും നടത്തിയ പരിശ്രമങ്ങളും നാം വിസ്മരിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഒരേ ന്യായത്തിന് വേണ്ടി പോരാടുന്ന രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാവാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഇസ്ലാം ദീൻ എന്ന ന്യായത്തിന് വേണ്ടി പോരാടിയ അലി റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെയുമാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നതെന്ന് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. സിഫീൻ യുദ്ധത്തിലെ രക്തസാക്ഷികളെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എൻ്റെ ജീവൻ ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ഈ രക്തസാക്ഷികളൊക്കെ ഹൃദയവിശുദ്ധിയുള്ളവരും സ്വർഗാവകാശികളുമായിട്ടല്ലാതെ മരിച്ചു പോയിട്ടില്ല എന്നാണ്. ഇത്തരം ചരിത്രഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരിക്കലും അതിരുകവിഞ്ഞ് സങ്കല്പിക്കാനോ മഹാന്മാരായ സ്വഹാബികളെക്കുറിച്ച് മോശമായി ചിന്തിക്കാനോ പാടുള്ളതല്ല. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹു ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ: അള്ളാഹു നമ്മുടെ കരങ്ങളെ ഈ രക്തത്തിൽ നിന്ന് പരിശുദ്ധമാക്കിയിരിക്കുന്നു. അതിനാൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നമ്മുടെ നാവിനെ നാം മലിനമാക്കേണ്ടതില്ല. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും.